മോളെ ഞാനിത് എന്തോരാ വിളിക്കാടി. എന്റെ ഡ്രസ്സുകൾ അവൾക്ക് എഴുതി തരാൻ പറ്റില്ല. നേരത്തിന് വല്ലതും വെച്ചു വിളമ്പി തരാൻ പറ്റില്ല. എന്തിനാടി എന്റെ മോൻ ദുബായിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ ഇറങ്ങിപ്പോടി. പൂരിത്തം കേട്ടോള് ഇറങ്ങിപ്പോടി എന്റെ കുടുംബത്തിന്ന്. കഴിവേറെ മോളെ. നിർത്തുവോ? നിന്റെ ഈ പൂങ്കണ്ണീര് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ മരുഭൂമിയിൽ കടിച്ചു പിടിച്ച് കിടക്കണത്. എനിക്കിവിടെ പറ്റണില്ല ചേട്ടാ. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. കരയാണ്ട് കാര്യം എന്തെന്ന് വെച്ചാ പറയടി. അപ്പച്ചൻ ഒരു സ്വൈര്യവും തരണില്ല ചേട്ടാ. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഞാൻ ചേട്ടന്റെ കുടുംബം മുടിപ്പിക്കാൻ വന്ന് കയറിയവളാണെന്നാ പറയണേ. ഞാനിവിടെ നിന്ന് കഴിഞ്ഞ ചങ്ക് പൊട്ടി ചത്തുപോകും. എനിക്ക് വീട്ടിൽ പോയാ മതി. നീ പോണ്ട, ഞാൻ അങ്ങോട്ട് കയറി വരാം. അപ്പൊ നിനക്ക് സമാധാനമല്ലോ. നാട്ടിൽ വന്നിട്ട് വല്ല കൂലിപ്പണിക്കും പോവാം. ഗൾഫുകാരൻ്റെ ഭാര്യ എന്നുള്ള പത്രാസും കൊച്ചിൻ്റെ പഠിപ്പും എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് ആ വാടക വീട്ടിൽ നിന്ന് മാറാന്നുള്ള ആഗ്രഹമൊക്കെ ഇല്ലാണ്ടായിക്കോളും. നിനക്ക് സന്തോഷമാവല്ലോ, അത് നോക്കിയാ പോരെ. ഞാൻ കയറി വരട്ടെ? വേണ്ട, എൻ്റെ മോള് നല്ല കുട്ടിയെ നിന്നോളൂ. നിന്നോളാം. അപ്പച്ചൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയോളൂ. നോക്കാം. മോള് പ്രഭാസന മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിക്കാൻ പോണതല്ലേ ആഴിപ്പുഴയില്? എന്തോരം അത്ഭുതങ്ങളാ നടക്കണ അവിടെ. മോള് അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ. അപ്പച്ചൻ്റെ അസുഖം ഒന്ന് മാറാനായിട്ട് പ്രാർത്ഥിക്കോ? ശരി, ഞാൻ വിളിക്കാം. എൻ്റെ മോള് നല്ല കുട്ടിയായിട്ട് ഇരുന്നോളില്ലേ? ആയിരുന്നോളാം. മോനെ, പ്രഭാസന മാതാവിൻ്റെ പുസ്തകം അപ്പാപ്പൻ്റെ തലക്കം ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കേ. അമ്മ അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അപ്പാപ്പൻ്റെ തലക്കേ ഭാഗത്ത് വെക്കാൻ പറഞ്ഞു അമ്മ. എന്തുട്ടാ പോന്നെ ഇത്? ഇത് പ്രഭാസന മാതാവിൻ്റെ പ്രാർത്ഥന ബുക്കാ. അമ്മ അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. എൻ്റെ മോള് പാവം. അല്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കാൻ എന്നോട് പറ്റും. എന്റെ പ്രഭാസന മാതാവേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. ആമേൻ. ചേട്ടാ, നമുക്ക് ആരുമില്ലാണ്ടായി ചേട്ടാ. എന്തടി? എന്താന്ന്? നമ്മൾ അനാഥരായി ചേട്ടാ. മനുഷ്യന് വെറുതെ പേടിപ്പിക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറയുന്നേ. നമ്മുടെ അപ്പച്ചൻ പോയി ചേട്ടാ. നമ്മുടെ അപ്പച്ചൻ നമ്മളെ വിട്ടു പോയി ചേട്ടാ. പ്രഭാസന മാതാവിൻ്റെ അടുത്തേക്ക് പോയി ചേട്ടാ. പ്രഭാസന മാതാവിൻ്റെ അടുത്തേക്ക് പോയി ചേട്ടാ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള എൻ്റെ പ്രഭാസന മാതാവേ, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഈ തന്തപ്പടീനെ എത്രയും പെട്ടെന്ന് വിളിച്ചേക്കണേ. മാതാവേ, ഒരു പൊന്നും കുരിശ് ഞാൻ തന്നേക്കാവേ. കൂടാതെ എൻ്റെ ചേട്ടനെ ആഴിപ്പുഴയിലെ തിരുനട വരെയും മുട്ടിന്മേൽ എഴുതിച്ചേക്കാമേ. എൻ്റെ പ്രഭാസന മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. ആമേൻ.